സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 79/2025 PSC ഫൈനൽ ആൻസർക്ക് അനുസരിച്ചാണ് ഉത്തരങ്ങൾ പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത് സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവം ഏതാണ്? സവർണ ജാഥയാണ്. സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ. സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. അപ്പൊ സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഏത് കമ്മീഷനാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ് നടത്തിയത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവമാണ്? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അന്റോണിയോ ഗുട്ടറസ്. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതിനൊക്കെ ഇടയിലാണ്? തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏത്? തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് ഏത്? നാസ്ക. നാസ്ക ഏതിന് ഇടയിലാണ് കാണപ്പെടുന്നത്? തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം അറിയപ്പെടുന്നത് നാസ്ക എന്നാണ്. നാസ്ക. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ നാസ്ക. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം? പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏത്? ലോക്തക് തടാകമാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ലോക്തക് തടാകമാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്? ഉത്തരം പശ്ചിമവാതങ്ങളാണ്. പശ്ചിമവാതങ്ങൾ. ഓപ്ഷൻ സി പശ്ചിമവാതങ്ങൾ. പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നത്? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്
ആഗ്നേയശിലകളാണ്. ആഗ്നേയശിലകളാണ് പ്രാഥമിക ശിലകൾ അല്ലെങ്കിൽ മാതൃശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഏതാണ്? ആഗ്നേയശിലകളാണ്. പ്രാഥമിക ശിലകൾ, മാതൃശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. കേരളത്തിൽ ചീന കളിമണ്ണ് പ്രസിദ്ധമായ സ്ഥലം. കേരളത്തില് ചീന കളിമണ്ണ് പ്രസിദ്ധമായത് കുണ്ടറയിലാണ്. കേരളത്തിൽ ചീന കളിമണ്ണ് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? കുണ്ടറ. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏത്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം 1982. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്നത് 1982. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്ഷീരോത്പാദനം, പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം ക്ഷീരോത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആദ്യത്തേത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 4ാം പഞ്ചവത്സര പദ്ധതി, ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി. നീതി ആയോഗ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി. 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നു: ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായിട്ട് നിയമിതനായത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായിട്ട് നിയമിതനായത് സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായിട്ട് നിയമിതനായത് സഞ്ജയ് മൽഹോത്ര. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏതാണ്? ഇസ്രായേൽ ആണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40 പാർട്ട് 4 ആണ്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 24. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മെഹ്ത. പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. അപ്പം പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് എന്ന് ചോദിച്ചാൽ 73ാം ഭരണഘടനാ ഭേദഗതിയാണ്. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40 പാർട്ട് 4 ആണ്. ശരിയാണ്. 40 പാർട്ട് 4. ഇന്ത്യൻ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മെഹ്തയാണ്. ഇന്ത്യൻ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരാണ്? ബൽവന്ത് റായ് മെഹ്ത. ഇന്ത്യൻ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആര്? ബൽവന്ത് റായ് മെഹ്ത.
മൂന്നാമത്തെ പ്രസ്താവന തെറ്റ്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 24 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനം. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 24 ഏപ്രിൽ 24. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ആർട്ടിക്കിൾ 14, 19, 21. 14, 19, 21 എന്നീ ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ. 14, 19, 21. 14, 19, 21 എന്നീ ആർട്ടിക്കിളുകളാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ. 14, 19, 21. താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ടാധികാരത്തിൽ പെടുത്താവുന്നത് ഏത്? അവശിഷ്ടാധികാരത്തിൽ പെടുത്താവുന്നത് ഏതെല്ലാമാണ്? സൈബർ നിയമങ്ങളാണ് ഗവൺമെന്റിന്റെ അവശിഷ്ടാധികാരത്തിൽ പെടുത്താവുന്നത്. സൈബർ നിയമങ്ങൾ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ഏക ദളിത് വനിത ആര്? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ഏക ദളിത് വനിത ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ. ഓപ്ഷൻ സി ആണ്. 1, 2, 4. പരിത്യാഗം, പൗരത്വാപഹാരം, നിർത്തലാക്കൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി കരസ്ഥമാക്കിയത് ആര്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി കരസ്ഥമാക്കിയത് ഡി ഗുഗേഷ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ വരുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ വരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയാണ്. 1600 രൂപ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കുവാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബി ചെയർമാൻ. നിലവിൽ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരനാണ് കിഫ്ബി CEO. അപ്പൊ കേരള സംസ്ഥാനത്തിന്റെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം സംഭരിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് എന്ത്? കിഫ്ബി എന്ന് പറയുന്നത്. കിഫ്ബി. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബി ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി വൈസ് ചെയർമാനാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി വൈസ് ചെയർമാനാണ്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ശ്രീ പിണറായി വിജയനാണ്
കിഫ്ബി ചെയർമാൻ. വൈസ് ചെയർമാൻ ധനകാര്യ മന്ത്രിയാണ്. ആരാണ്? KN ബാലഗോപാൽ ആണ്. KN ബാലഗോപാൽ. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിലവിൽ ചീഫ് സെക്രട്ടറിയായ ശ്രീമതി ശാരദ മുരളീധരനാണ് കിഫ്ബി CEO എന്ന് പറഞ്ഞിരിക്കുന്നു. കിഫ്ബി CEO ആരാണ്? കിഫ്ബി CEO KM എബ്രാഹാം ആണ്. KM എബ്രാഹാം. KM എബ്രാഹാം ആണ് കിഫ്ബി CEO. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിൽ ചീഫ് സെക്രട്ടറി ആര് എന്ന് കമൻറ്റ് ചെയ്യുക. നിലവിൽ ചീഫ് സെക്രട്ടറി ആര് എന്ന് കമൻറ്റ് ചെയ്യുക. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗത്തിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായിട്ട് നൽകണം? ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വിഭാഗത്തിലുള്ള വ്യക്തികൾക്ക് ഫീസ് ഇല്ല. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. നോക്കാം. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കുന്നു. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള ഇക്കണോമിക് റിവ്യൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. നോക്കാം. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണം ബോർഡ്. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള ഇക്കണോമിക് റിവ്യൂ. കേരള ഇക്കണോമിക് റിവ്യൂ. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 2021 നിലവിൽ വന്നത് 15ാമത്തെ കേരള നിയമസഭയാണ്. 15ാം കേരള നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏത്? ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? കെ സ്മാർട്ട്. വികസിപ്പിച്ചത് ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കുമെന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കുമെന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? റിവറ്റ് പോപ്പർ സിദ്ധാന്തം. റിവറ്റ് പോപ്പർ സിദ്ധാന്തം. റിവറ്റ് പോപ്പർ സിദ്ധാന്തം.
HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായിട്ട് വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായിട്ട് വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതിയാണ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഉണർവ്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഉണർവ്. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് സൈക്ലോസ്പോറിൻ എ ആണ്. സൈക്ലോസ്പോറിൻ എ ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്നാണ് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 4. 1, 2, 4. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫാജസ്. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫാജസ്. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫാജസ്. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫാജസ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം കരിമ്പുഴയാണ്. കരിമ്പുഴ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? 2024 ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉമാണ്. വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 1ഉം 2ഉം. മൈക്രോ RNA കണ്ടുപിടുത്തം ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ആട്ടിടയന്മാരുടെ താഴ്വര വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആട്ടിടയന്മാരുടെ താഴ്വര. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നത് പഹൽഗാമാണ്. പഹൽഗാം. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നത് പഹൽഗാം. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം ഏത്? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം ഏതാണ്? വയലറ്റ് ആണ്. വയലറ്റ്. ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം വയലറ്റ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഘർഷണ ബലത്തിന് എതിരെയാണ്. ഘർഷണ ബലത്തിന് എതിരെ. തിരശ്ചീന ദിശയിൽ. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നു ദ്രാവകം, ഖരം, വാതകം, ശൂന്യത. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരമാണ്. ഖരം. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്ക. 2025 G20 ഉച്ചകോടി എവിടെയാണ് നടന്നത്? സൗത്ത് ആഫ്രിക്കയിലാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര്? സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് S-400 ട്രയംഫ് ആണ്. S-400 ട്രയംഫ്.
ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം. ശുദ്ധജലത്തിലേക്ക് എന്താണ് ഒഴിക്കുന്നത്? വിനാഗിരിയാണോ ഒഴിക്കുന്നത്. അപ്പോൾ pH മൂല്യം കുറയുന്നു. pH മൂല്യം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? അറ്റോമിക സംഖ്യ 20 ഉള്ളത് ഏത് ബ്ലോക്കിലാണ് പെടുന്നത്? എസ് ബ്ലോക്കാണ്. അറ്റോമിക സംഖ്യ 20 എസ് ബ്ലോക്കിലാണ് പെടുന്നത്. എസ് ബ്ലോക്ക്. അമോണിയയുടെ തന്മാത്രാ ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തമെടുക്കും? ഓപ്ഷൻ ഡി 44.8 ലിറ്റർ. 44.8 ലിറ്റർ. താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ്. എന്തിനാണ് ലഭിച്ചത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാനകല അല്ലാത്തത്. അനുഷ്ഠാനകല അല്ലാത്തത് തന്നിരിക്കുന്നത് തെയ്യം, പടയണി, മുടിയേറ്റ്, കൂടിയാട്ടം. അനുഷ്ഠാനകല അല്ലാത്തത് കൂടിയാട്ടമാണ്. കൂടിയാട്ടം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് GV രാജ. ഗോദവർമ്മ രാജ. GV രാജ. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? തിക്കൊടിയൻ ആരാണ്? കുഞ്ഞനന്തൻ നായർ. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കുഞ്ഞനന്തൻ നായറാണ് തിക്കൊടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുഞ്ഞനന്തൻ നായർ. താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനുമുയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കാം. കർത്താവ് ആരാണ്? അതുപോലെ ഏത് കൃതിയിൽ നിന്നുമുള്ളതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇരുൾ ചിറകുകൾ. സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ എന്ന കൃതിയിൽ നിന്നുമുള്ളതാണ് ഈ വരികൾ. സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ എന്നത് ആരുടെ കൃതിയാണ്? സുഗതകുമാരിയുടേതാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 77ാമത് കാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ പായൽ കപാഡിയാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹയായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആര്? 2023 സരസ്വതി സമ്മാന് അർഹമായ കൃതിയാണ് രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആര്? പ്രഭാവർമ്മ. ഡാഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്തിന്റെ ഉദാഹരണമാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. HDMIയുടെ പൂർണ്ണരൂപം ഏത്? HDMI ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. HDMI ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ജിംബിൽ ഒരു ആനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. .gif. താഴെ പറയുന്നവയിൽ ബ്രൗസർ അല്ലാത്തത് ഏത്? ബ്രൗസർ അല്ലാത്തത് ഗൂഗിൾ. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏത്?
സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കുവാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം. വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകളാണ്? 2 ഷെഡ്യൂളുകളാണ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളുണ്ട്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വകുപ്പുകൾ 107 ആണ്. 107. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്ന്. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13-നാണ്. 2005 സെപ്റ്റംബർ 13-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത്. 2005 സെപ്റ്റംബർ 13. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി. പോക്സോ കേസ് സമയപരിധി ഇല്ല. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? തലശ്ശേരി. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12-ആണ്. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12. ദ കോബ്ര റൈറ്റ് and lashed about dash a frightening manner. In option C ആണ് ഉത്തരം. In the cobra right and lashed about in a frightening manner. Find out the correct answer. She dashed longer if she hadn't fallen. ഉത്തരം option D. She would have lived longer if she hadn't fallen. Something bitter and dash tasting was coming up in his mouth. Option A, while. Something bitter and while tasting was coming up in his mouth. Identify the correct question tag. I think he is from London. Isn't he? Select the correct indirect form of the given sentence. Don't push me. The beggar. The beggar requested them not to push him. Anatolian means people of Asia Minor. Synonym of alienable. All of these. Select the most appropriate meaning of the idiom in black and white. In return for. The quality of being clever, original and inventive is dash. Ingenuity. Rearrange the parts of the sentence in correct order. Option C. SPQR. If you do your work with dedication and honesty, people will know how hard you have tried. ഇനി മലയാളമാണ്. അജഗരന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത്? ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. ഓപ്ഷൻ ഡി. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ് സ്വൈരം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ ബി അവിടം. ആ പ്ലസ് ഇടം, അവിടം. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത്?
തക്ക സമയത്ത് പ്രയോജനപ്പെടുക. പിരിച്ചെഴുതുക. വിണ്ടലം. വിൺ പ്ലസ് തലം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. ഓപ്ഷൻ ബി ഗുഹ, കന്ദരം ഗുഹ, കന്താരം പേരാൻ. വിപരീത പദം എഴുതുക. ഉത്കർഷം, അപകർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക. ആരാമം, പൂന്തോട്ടം, ഉദ്യാനം. അയർണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. ഓപ്ഷൻ സി വിപരീതാർത്ഥ പ്രയോഗം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള 10 മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 22ാം പദത്തിൻ്റെയും തുക 100 ആയാൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര? ഓപ്ഷൻ ബി 1650. 72ാമത്തെ ചോദ്യം, എക്സിൻ്റെ വില കാണുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷനിൽ. ഉത്തരം ഓപ്ഷൻ എ ആണ് 3. 73ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ ഡി 186 രൂപ. 74ാമത്തെ ചോദ്യം, 74 ഓപ്ഷൻ ബി ആണ് 19. 75ാമത്തെ ചോദ്യം, 75 ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. 76 ഓപ്ഷൻ സി. 77 ഓപ്ഷൻ ഡി. 77 ഓപ്ഷൻ ഡി. 78 ഓപ്ഷൻ ബി. 79 ഓപ്ഷൻ സി. 80ാമത്തെ ചോദ്യം, ഓപ്ഷൻ സി. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ചോദ്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.